അറിയാത്തതൊക്കെ കുറച്ചൊക്കെ അറിയത്തുള്ളൂ, അറിയാം കുറച്ചേ അറിയത്തുള്ളൂ, അറിയത്തില്ല. ആ അയ്യോ ഇവിടെ അങ്ങനെയാണോ കൊറേ ആണോ അതാ ഇവിടെ ഏഹ് ആ ഇവിടെ ഇവിടെ അങ്ങനെയാണോ? ഇത് അമ്മയ്ക്ക് അറിയാലോ, ഞാൻ എത്രയോ പേരെ അമ്മ സമയം കാണിച്ചു തരും നമ്മുടെ വീടിന്റെ മുന്നിൽ വന്ന് എന്തുവാ വീട്ടുകാരത് പോകുന്ന ഇങ്ങനത്തെ തിരിച്ചു പോകുന്നത് എല്ലാമേ കാണിച്ചു തരില്ലയോ. ആ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല വിനുവിനോട്. ഏഹ് ആ അതാ ആ ആ ആ ആ ആ ഞാൻ പറഞ്ഞു വിനു പറഞ്ഞത് അതിനോട് നമ്മുടെ ഞാൻ കാണിച്ചു കൊണ്ട് കുഴിയൊക്കെ എഴുതുന്ന പാടേ അത് കണ്ടാ മനസ്സിലാവും കുഴികളൊക്കെ എടുത്ത് വരച്ച് വരച്ച് ഇരിക്കുന്ന നാളികളൊക്കെ. നമ്മള് വല്ല വല്ല കുഴികൾ പറിക്കാനോ വല്ലയിടം പോകുന്നുണ്ടോ? അവിടെ എങ്ങും പോകുന്നില്ല. കുഴിക എടുത്താലും ഇങ്ങനൊന്നും പാട് വരത്തില്ല. നമ്മള് ഇപ്പൊ ബ്യൂട്ടി പാർലറിൽ പോയി എടുത്താലേ നമ്മുടെ കുഴികത്തൊന്നും ഒരു പാട് പോലും വരത്തില്ല. കാരണം അത് ഈ ആ ത്രെഡ് വെച്ചല്ലേ നമ്മുടെ ഇതായിട്ട് ഒരു ഇതുമില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ വണ്ടി ഇതല്ലേ മൂക്ക ഇതല്ലേ കാണിച്ച് ഞാൻ പറഞ്ഞു ഇവിടുത്തെ സാറ്റ് നമ്മുടെ ചിലക്കിന്റെ സാറ്റ് മൂക്കയുടെ സാറ്റല്ല ഇങ്ങനെ നമ്മുടെ മൂക്കി ചമ്മി പതിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ സാറ്റിനെ ഒരുക്കുന്നു. അത് ഞാൻ പറഞ്ഞു ചിലക്കത്തെയൊക്കെ ആ ഇങ്ങനെ എന്നിട്ട് ഈ കുഴിക എടുക്കുന്നതെല്ലാം കാണിച്ചു. കുഴികൊക്കെ ഇങ്ങനെ കാണുന്നതല്ല വായിച്ച് വായിച്ച് വളർന്നത് അതുപോലെ രോഗം നമ്മുടെ കുഴികൊക്കെ നമ്മുടെ മുകളിലിരിക്കുന്നത്. കുട്ടക്കാരെന്ന് പറയുന്നത് ചോദിക്കുന്നത് 50 വയസ്സ് എന്തൊരു സൗന്ദര്യം പോയി എന്റെ മുഖത്തെല്ലാം വിരട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ എന്നിട്ട് എന്നിട്ട് കുറച്ച് ആമ്പിള്ളേരെ എന്തോ പിടിക്കാൻ പറയാ കേട്ടാമേ. ഭയങ്കര രോഗമാണ്, അങ്ങനെ രോഗമാണ്. ആ കൊള്ളാമല്ലോ. ഞാൻ നിങ്ങളെ പറഞ്ഞെങ്കിലും വഴക്ക് പറഞ്ഞു വല്ലതും അയലത്ത് കഴിഞ്ഞു 50 വയസ്സായതുപോലെ സൗന്ദര്യം പോയി, നേരത്തെ അടിച്ചാൽ നിന്റെ സൗന്ദര്യം പോയി, അവിടെ മുഖത്തെല്ലാം പെരക്കേറ്റുകൊണ്ട് നടക്കുന്നു എന്നല്ല അവരോ പറയുന്നത് എന്തെല്ലാം പറയുന്നത്. ഇവരെ ഭയങ്കര രോഗമല്ലേ പിന്നെ ഇല്ലാത്ത രോഗങ്ങളില്ല ഓരോ രോഗം പിടിച്ചത് എഴുതി പറയുന്നതല്ല. അതാ ഇതിന് നാല് കൊടുത്താലേ ഒക്കെ തൊഴിൽ 4 പൊടിപ്പിക്കണം പരിപാടി കൊണ്ട് എന്നാലേ ഒക്കെ തൊഴിൽ രോഗം തീർത്തത്. അത്ര രോഗമാ. ഏഹ് അവിടെ വല്ലവരും നമ്മെ ഇപ്പം എത്രയോ ആൾക്കാര് 60 പത്മജ വേണുഗോപാല് അവർക്ക് 65 എത്രയോ വയസ്സുണ്ട്. അവരെ കണ്ടാൽ മുഖത്തെല്ലാം വല്ലോ ആടോ വല്ലോ വെച്ചുണ്ടോ? അങ്ങനെ എത്രയോ ആളുകൾ പാടില്ലാത്തവര് അവര് ഇതിനെന്താ നമ്മുടെ മുകളിൽ ലേറ്റ് തോന്നുന്നു വലിയ അവർ ഇതിനെന്തോ ഇതിന് നമ്മുടെ 50 വയസ്സായി 50 വയസ്സായി പോലും ഇവരെന്ന് എപ്പോഴും പറയാം 50 വയസ്സായി 50 വയസ്സായി ഇത് ഒട്ടിനെ പിടിച്ചോണ്ട് പോകും രോഗമായിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ അവരെയൊക്കെ പിടിച്ചിട്ട് കാട്ടുണ്ടാക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ രോഗം പറയുന്നത് ഭ്രാന്താളികൾ നടത്തരുത്. ഭ്രാന്തോട്ടൊന്നും ഇരിക്കാൻ വയ്യത്. അതാ വേണ്ട ഇവന് ഇവൻ നല്ല പാർത്ത് കൊടുത്തിവനെ അവിടെ ഇരിക്കുക വേണ്ടത് അത്രയ്ക്ക് രോഗം വരുന്നത്. നമ്മൾ ഞാൻ അയാൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴത്തേനാണ് ഏതാണ്ടെല്ലാം പറഞ്ഞു പോവോ അതിന് ഭ്രാന്ത വന്നു കണ്ട് കേട്ട കേൾക്കി. നിങ്ങളുടെ കേട്ട കിടന്നില്ല ഓരോ കിടപ്പിലേ ഇല്ല. നമ്മളിപ്പോ ഇവിടെ കിടക്കുമ്പോൾ നമ്മുടെ കാലയിലോട്ട് ഇങ്ങനെ അടിക്കുക നമ്മുടെ കാലയിലെ തൊലി ഇങ്ങനെ എന്തോ രോഗം വെച്ചിട്ട് നമ്മൾ എന്റെ ദേഹമല്ല ഇവന്മാർക്ക് ഇവന്മാർക്ക് നടക്കുക എന്റെ ദേഹം ഇങ്ങനെ ഇരിക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുക ഇവന്മാർ എന്തോ
അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിനകത്ത് നടക്കാൻ ഒരു സൗണ്ട് വരത്തില്ലേ. നമ്മുടെ കാര്യം നോക്കി നടത്തിയത് ചാടി കഥകൾ അടച്ചിരുന്നു, ചാടി ഇറങ്ങി ഫ്രണ്ട് കഥകളെല്ലാം അടച്ചിരുന്നു, ചാടി ഇറങ്ങി ചീറ്റൊക്കെ തുടങ്ങി. ഒരു പെമ്പളത്തി വന്നിപ്പം എപ്പോഴും ഞാൻ സംസാരിക്കാം, ഒരു പെമ്പളത്തി ഇങ്ങനെയോ ഇത് കൂടെ ആയിരിക്കുന്നത് എന്തുവാണ് 3 എണ്ണം കൂടെ കയറി ഇരുന്നോണ്ട് ഇങ്ങനെ. ഹലോ, ആ ഈ വഴി കൂടെ പോയി, ഈ വഴി കൂടെ ഇങ്ങനെ ചീത്ത പിടിച്ചോണ്ടാ പോകുന്നത്. അവൻ എപ്പം പോയത് ഇന്ന് രാവിലെ അമ്മയോട് സംസാരിക്കുമ്പോഴാ തിരിച്ചു പോലെ ചീത്ത പിടിച്ചോണ്ടാ പോകുന്നത്. അമ്മയെന്തായാലും പറയണം എന്തോ SNDP വായിച്ചു കൊടുക്കണം. എന്റെ മോളെ ഭർത്താവും ആരും പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന്. ഞാൻ അല്ലെങ്കിൽ കളിലാക്കിയിട്ടാണ് ഞാൻ എഴുതി തരാം, അമ്മയെ നോക്കിയിട്ടാണ് മതി. പിന്നെ അമ്മയെ കൊണ്ട് പോയപ്പോ അടുത്ത ദിവസം പോയി കൊണ്ടുപോയിരിക്കുകയാണ്. എന്നിട്ട് സോമച്ചാര് പറയുന്നത് ഞാൻ അവനെ ഭർത്താവാക്കി വെച്ചോണ്ടിരുന്നു പറയുക. ഞാൻ SNDP എല്ലാവരും കേക്ക് അങ്ങനെ SNDP-യിലെ അവിടെ നിന്നവരെല്ലാം കേട്ടതും SNDP-യിലുള്ളവരെല്ലാം അവിടെ എന്തോ പറയുന്നേ ഒരു കൊച്ചു വരെടുത്തോന്ന് പറയുക ഇതെന്തോ പറയുമായിരുന്നു. അങ്ങനത്തെ പറയുന്നത്. ശാരദ അങ്ങനെ ചുമ്മാ എന്റെ പേരിനകത്ത് ഇങ്ങനെ കുറെ കഥകളുണ്ടാക്കി നടക്കുക ഇവന്മാര് കുറെ. അവരുണ്ടാക്കിയപ്പോ ഞാനെന്താ പറയണ, എനിക്ക് ആകെ ഒരു കൊച്ചേ ഉള്ളു, കാക്കാന്റെ കൊച്ചൊന്നുമില്ല. DNA ടെസ്റ്റ് ഒക്കെ അറിയാം. കണ്ടവന്റെ കൊച്ചിനൊന്നും ഞാൻ പറ്റിയില്ല. എങ്ങാണ്ട് കേട്ടാൽ എടുത്തല്ലേ നമ്മളെ കുറിച്ച് വാലാക്കി കഥയുണ്ടാക്കുന്നു കുറെ ചെറുപ്പക്കാർ. ഞാൻ പറഞ്ഞില്ലയോ എന്തോ അല്ല ഇത് ഞാനെന്തുവാ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഇരുതന്മാര് ഞാൻ പറഞ്ഞില്ല ഇതുവഴി വഴിയിൽ കൂടെ പോവാ. ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചില്ല മേട്. അപ്പൊ ഇപ്പൊ പറയാ എല്ലാരും കേട്ടതന്നെയോ